സ്വർഗത്തിൽ ദൈവമായി വാണരുളിയിരുന്ന സർവശക്തനായ ദൈവം മനുഷ്യനായി ജഡാവതാരമെടുത്ത് ഈ താളഭൂമിയിലേക്ക് വന്നു. എന്തിനെന്നറിയാമോ സ്നേഹിത? ഞാനും നിങ്ങളും പാപികളായി ജീവിച്ച നമ്മുടെ പാപത്തിന് പരിഹാരമാകുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു താളഭൂമിയിലേക്ക് വന്നത്. ഇവിടെ ഞങ്ങൾ പ്രസ്താവിച്ചു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ തിരുവചനമാണത്. യേശുക്രിസ്തു ജനനത്തിന് ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ് തന്റെ തൂലികയിൽ എഴുതി വെച്ചതാണ് ഈ വാക്കുകൾ. ഈ ലോകത്തിൽ അനേകം മഹാരഥന്മാർ ജനിച്ചു, അനേക പണ്ഡിതന്മാർ ജനിച്ചു, ലോകത്തെ കിടുകിട വിറപ്പിച്ച ഭരണാധികാരികൾ ജനിച്ചു. നമ്മുടെ ഇന്ത്യക്ക് സമാധാനത്തിലൂടെ അഹിംസയുടെ സ്വാതന്ത്ര്യം നേടുന്ന മഹാത്മാഗാന്ധി ജനിച്ചു. ആഫ്രിക്ക എന്ന് പറയുന്ന ഇരുണ്ട ഭൂഖണ്ഡത്തിൽ സമാധാനം വിതറിയ നെൽസൺ മണ്ടേല ജനിച്ചു. അങ്ങനെ അനേകം മഹാരഥന്മാർ ജനിച്ചു. പക്ഷേ അവരാരും ജനിക്കുന്നതിന് മുമ്പ് അവരുടെ ജനനത്തെ കുറിച്ച് എങ്ങും പ്രതിപാദിച്ചില്ല. അവർ ഈ ഭൂമിയിൽ ജനിച്ച് വളർന്ന് അവരുടെ കർമ്മമണ്ഡലത്തിലേക്ക് അവർ ഇറങ്ങിയപ്പോഴാണ് ഈ മഹത് വ്യക്തികളെ കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്. എന്നാൽ ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കാണിക്കുന്ന സാക്ഷാൽ ദൈവമായ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരകനായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് സഹസ്രങ്ങൾക്ക് മുമ്പ്, ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തക ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ എഴുതി വെച്ചു യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്. അവിടെ ഇങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്, ഇതാ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ ജനനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രങ്ങൾക്ക് മുമ്പ് ഇതാ എഴുതപ്പെട്ടു. കാരണം അവൻ ദൈവമാണ്. അവന്റെ ജനനം ഒരു മുൻനിർണയമാണ്. അല്ലാതെ യേശു താളഭൂമിയിലേക്ക് വന്നത് വെറും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. സ്നേഹിത, നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ വേണ്ടിയാണ്.